അങ്ങനെ ഏറെ ബുദ്ധിമുട്ടി കേട്ടോ. കാരണം നമ്മുടെ വണ്ടിക്കെല്ലാം ആക്സിഡന്റ് പറ്റി കാട്ടുപാതയിൽ വെച്ച് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരുപാട് നേരം ചെളിയിലൊക്കെ കുടുങ്ങി കിടന്നു. നമ്മൾ തിരിച്ചു പോകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ഇവിടുത്തെ നാട്ടുകാരുടെ തന്നെ സഹായത്തോടു കൂടിയും ഉറപ്പിന്മേലും നമ്മൾ ഈ വൈകിയ വേളയിലാണെങ്കിലും കുറിച്യാട് വഴി നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഗോളൂരാണ്. ഗോളൂർ ഇവിടെ ചെട്ടിമാരുടെ, വയനാടൻ ചെട്ടിമാരുടെ പുരാതനമായൊരു തറവാട്. ഇത് മാത്രം നോക്കിയാണ് ഇവിടെ വരെ നമ്മൾ എത്തിയത്. ഈ തറവാട്ടിൽ നമുക്ക് വളരെ വളരെ തനതായ വയനാടൻ രുചി, അതായത് വയനാടൻ ചെട്ടിമാരുണ്ടാക്കുന്ന അവരുടെ തറവാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു തനതായ രുചി നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു രുചിയാണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നുള്ള പ്രതീക്ഷയോടെ അങ്ങോട്ട് പോവുകയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിന് ചുറ്റും കേട്ടോ. എത്ര കണ്ടാലും മതി വരത്തില്ല. ഒരു ഊട്ടിയും ഒരു കൊടൈക്കനാലും ഇതിന് പകരമാവത്തില്ല. കം വിത്ത് മീ. അങ്ങനെ ഒടുവിൽ നമ്മൾ ഗോപിച്ചേട്ടന്റെ, ഗോപിച്ചെട്ടിയാർ എന്ന് പറയണം കേട്ടോ, ഗോപിച്ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വയനാടൻ ചെട്ടിയാണ്. ചേട്ടാ, എന്തായാലും ഇങ്ങോട്ട് വന്ന യാത്ര ഞാൻ ഇനി ജീവിതത്തിൽ മറക്കൂല കേട്ടോ. ഇവിടെ ഇവരിൽ പലരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജീപ്പ് തള്ളിത്തരാനും പല കാര്യങ്ങൾ ചെയ്തരാനൊക്കെ പലരും ഉണ്ടായിരുന്നു ഇവിടെ. എന്തായാലും നിങ്ങളപ്പോ ദിവസവും ഇത് അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും സങ്കല്പിക്കാൻ പറ്റുന്നത്. 12 കിലോമീറ്ററിൽ ഞങ്ങൾ നടന്ന് എപ്പോഴും പോകുന്നത്. ഇത് ഉപ്പ് തീർന്നാലും മുളക് തീർന്നാലും ഒക്കെ ഞങ്ങൾ നടന്നു പോകണം. എന്ത് ചെയ്യാനാ? വണ്ടിയില്ല, വാളയില്ല, ഒന്നുമില്ല. ഞങ്ങൾ പഴയ കാലത്തിന് ഉടനെ ഇത് തന്നെ പരിപാടി. എന്നാൽ ഈ റോഡൊന്ന് ശരിയാക്കാൻ ഒന്നിനൊന്ന് ശ്രമിച്ചിട്ടോ ഒന്നുമില്ല. ആരെ ശ്രമിക്കാനാ? സർക്കാർ ശ്രമിക്കണ്ട. ഞങ്ങളെ പോലത്തെ പല സൈഡിൽ നിന്ന് എന്തെങ്കിലും വെട്ടി വൃത്തിയാക്കും, ഞങ്ങൾ കടന്നു പോകാൻ പറ്റും. മൃഗങ്ങളുടെ ശല്യം അല്ലേ? ശല്യങ്ങൾ ഒരുപാടുണ്ട്. ആനയും പന്നിയും കരടിയും എല്ലാം ഉണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച കൊച്ചുകുട്ടികളൊന്നും ഇവിടെ. അപ്പൊ പറയുന്നു എല്ലാവരെയും പഠിത്തത്തിനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ബന്ധുക്കളുടെ വീട്ടിലല്ലേ? ആ, ബന്ധുക്കളുടെ വീട്ടിലാണ്. അല്ലെങ്കിൽ അവരുടെ പഠിത്തം തന്നെ മുടങ്ങിപ്പോകും. ഇവിടെ തന്നെ പലരുടെയും പഠിത്തം പകുതി വെച്ച് മുടങ്ങിപ്പോയി. ഈ നിൽക്കുന്ന പലരുടെയും. നമ്മൾ ഈ വളരെ രസത്തിൽ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതൊരു വിഷമാവസ്ഥ അല്ലേ? ഇവരുടെ മുഖത്തിൽ ഈ ചിരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്വീകരിച്ച ഇവരുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. എന്തായാലും ഈശ്വരൻ കാണട്ടെ, ബന്ധപ്പെട്ടവർ കാണട്ടെ, അതിന് വേണ്ടത് ചെയ്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെറുതെ അല്ല, ആത്മാർത്ഥമായിട്ട്. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. വരൂ. അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾക്കൊടുവിൽ സ്വാദ് ഗോപിയേട്ടന്റെ വീട്ടിലെ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുക്കളയിൽ നിന്ന് നമുക്ക് വേണ്ടി ശരിക്കും വയനാടൻ ഒരു ചെട്ടി വിഭവം, വയനാടൻ ചെട്ടി വിഭവമായ ചത്തേപ്പുട്ട് അല്ലെ? ചത്തേപ്പുട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ടവർ പറയുന്നതിന് നൂൽപുട്ട്, പക്ഷെ ഇതിന് ശരിക്കുള്ള പേര് ചത്തേപ്പുട്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ സാധനം വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഇതിന് പറയുന്നത് ചത്തേ മരം എന്നാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഗോപിയേട്ടന്റെ വീട്ടിലുള്ള ചിരിക്കുടുക്കയായ രുക്മിണി അമ്മയാണ് കേട്ടോ. നമ്മൾ വന്നിരുന്നപ്പോ തൊട്ട് നമ്മളെയൊക്കെ കണ്ട ജഗദീഷ് ശ്രീകുമാറും ജഗദീഷും ആണെന്ന് വെച്ചാൽ അമ്മ ഒരേ ചിരിയാണ് കേട്ടോ. അമ്മ, അപ്പൊ നമുക്ക് ചത്തേപ്പുട്ട് ഉണ്ടാക്കി തരുമോ അതോ ചിരിച്ചോണ്ടിരിക്കുവോ? ഉണ്ടാക്കി തരൂ എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് നാണവും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അപ്പം നമ്മുടെ ചത്തേപ്പുട്ടിന്, വയനാടൻ ചെട്ടി വിഭവമായ ചത്തേപ്പുട്ടിന് വേണ്ട സാമഗ്രികൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം. ഇത് അരിപ്പൊടിയും ഉണ്ട്,
കല്ലുപ്പും ഉണ്ട്. അമ്മ ഈ അരിപ്പൊടി വേറെ വെറുതെ വറുത്ത് വെച്ചിട്ടുണ്ടോ അതോ അല്ല അമ്മ എന്നാ പറഞ്ഞു എന്താ സംഭവം? അരി പൊടിച്ച് ഇങ്ങനെ വറുത്ത് വെക്കും, പാകത്തിന് വറുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് എടുക്കും. ഇതിപ്പോ വറുത്ത് വെച്ചേക്കുന്ന വറുത്ത അരിപ്പൊടി അത്രേ ഉള്ളൂ. അതും വേണം, ഉപ്പും വേണം. ഈ ചത്തപ്പൂട്ട് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്? എന്റെ അടുത്ത് പറഞ്ഞു, ഗോപിയേട്ടൻ പറഞ്ഞായിരുന്നു ഇത് വളരെ വിശേഷ അവസരങ്ങൾ, ഇതാണ് മെയിൻ അല്ലേ, വളരെ പ്രധാന വിഭവമാണെന്ന് പറഞ്ഞു ചെട്ടിമാരുടെ ഇടയിൽ അല്ലേ? ആണോ അമ്മ? ഇപ്പൊ ഒരു ചിരി പോട്ടും പോട്ടെ. അപ്പൊ ഇത് ചെട്ടിമാരുടെ ഇടയിലെ പ്രധാന വിഭവം കൂടെയാണ് ഈ ചത്തേപ്പുട്ട്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മുടെ രുക്മിണി അമ്മ വളരെ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ശരിക്കും ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. അതായത് ചെട്ടിമാരുടെ ഇടയിൽ തന്നെ പലരും ആധുനികമായ രീതിയിൽ അല്ലേ, വളരെ ന്യൂ ജനറേഷൻ ലിവിംഗിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ഇവിടെ എത്തിയാലേ, അതായത് കോളൂർ അല്ലേ അമ്മ? കോളൂർ ഇവിടെ എത്തിയാലേ ഇതുപോലൊരു ചെട്ടി തറവാട്, പുരാതനമായ തറവാട് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഇവിടെ എത്തിയാണ്. ഈ കാണുന്ന അച്ഛനാണ് ചത്തേ മരം എന്ന് പറയുന്നത്. ഈ ചത്തേപ്പുട്ടുണ്ടാക്കുന്ന അച്ഛനാണ് ചത്തേ മരം എന്ന് പറയുന്നത്. വളരെ പണ്ട് കാലത്തെ ഇവിടെ ഉള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ നമ്മളിങ്ങനെ ഇത് പ്രസ് ചെയ്ത് വരുന്ന സംഭവം ഈ വാഴയുടെ പോളയിൽ കേട്ടോ, വാഴത്തടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത വാഴയുടെ പോളയിലാണ് ഇത് വരുന്നത്. എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ വൻ സെറ്റപ്പാണ്. അതായത് ഒട്ടും ചോരാതെ പാരമ്പര്യമായി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതിനെ ഒട്ടും ചോരാതെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നാടകം തുടങ്ങാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം പൊടിയെടുത്തിട്ട് അതിൽ ഉപ്പിടണം, കല്ലുപ്പിടാം. ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ അമ്മയെ ചിരിപ്പിക്കാനായിട്ട്. കല്ലുപ്പ് ഇടണം, പാകത്തിന് കല്ലുപ്പിടുകയാണ് നമ്മുടെ അരിപ്പൊടിയിലേക്ക്. അരിപ്പൊടി വെറുതെ വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കല്ലുപ്പും പൊടിയുപ്പും എങ്ങനെ ഉള്ളത് പോലെ ഇടാം. കല്ലുപ്പോ പൊടിയുപ്പോ ഇവിടെ കൂടുതൽ ഏതാ ഉപയോഗിക്കുന്നത്? കല്ലുപ്പ് തന്നെയാണല്ലേ. ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? വെള്ളം ഒഴിക്കണം. ഏതിലേക്ക്? ഇതിലേക്ക്. അപ്പൊ വെള്ളം തിളപ്പിക്കാനായിട്ട് കലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇപ്പൊ തിളച്ചിരിപ്പുണ്ട്. ആ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിച്ചുകൂടാ. തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും? തണുത്ത വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല, കട്ട പിടിക്കും അല്ലേ? അതുകൊണ്ടാണോ? കട്ടയല്ല, ശരിയാവില്ല. അപ്പം ചൂടുവെള്ളം, തിളച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം തന്നെയാണ് എടുക്കുന്നത്. എടുത്തോ അമ്മ. അതിനൊരു ചിരട്ട തവിയൊക്കെ ഇട്ട് കണ്ടോ, ഒന്നിലും ഒരു ആകെ ഉള്ളത് അലൂമിനിയം ഉരുളി മാത്രമുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ്. ഇത് ഒരുപാട് കുഴമ്പ് വരുവാണോ അതോ ഒരുപാട് ദോശമാവ് പരുവത്തിലാണോ? നല്ല. പക്ഷെ ഇതിപ്പോ കട്ടി ആയിക്കോളൂ അല്ലെ? നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പൊ നന്നായിട്ട് കട്ടിയാക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറുക്കി കട്ടിയാക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞു അല്ലേ അമ്മ? ഈ ചിരട്ട തവിയുടെ മറുഭാഗം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിപ്പോ കുഴച്ചെടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? പാത്രത്തിൽ തുണി കെട്ടിയിട്ട് നമ്മൾ മുഴുവൻ വെള്ളം ഉണ്ടോ എടുത്തോ അതോ അതിൽ ഇനി വെള്ളം ബാക്കി ഇരിപ്പുണ്ടോ? ആ കലത്തില് കുറച്ച് വെള്ളം ആ കലത്തിൽ ബാക്കി ഇരിപ്പുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇനി പാത്രത്തിൽ തുണി ആവി കെട്ടിയിട്ട് ഇത് ഉരുട്ടി വെക്കണം. അപ്പൊ നമ്മളൊരു കലം എടുത്തു, കലത്തിൽ ശരിക്കും വെള്ളം ഒഴിച്ചു. കുറച്ച് വാവട്ടമുള്ള കലമാണെങ്കിൽ, അതായത് വലിയ കലമാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം അതിന്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം നിറച്ചതിന് ശേഷം നമ്മളൊരു വെള്ള തുണി കൊണ്ട് അതിന്റെ വാ നന്നായിട്ട് മൂടി കെട്ടണം കേട്ടോ. അതിന്റെ അരികുകളൊക്കെ നല്ല ടൈറ്റ് ആയിട്ടൊരു കയറുകൊണ്ട്, അത് ചെറിയ ചണമ്പ് കൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച അരിമാവിലേക്ക് വരാം. അതെന്ത് ചെയ്യും? ബോളാക്കുവോ? ചെറിയ ചെറിയ ബോളുമല്ല കേട്ടോ, ബോളല്ല. അതൊന്ന് കാണിക്കണം അമ്മ, അതൊന്ന് കാണിച്ചേ ക്യാമറയിൽ എങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് കാണിച്ചു. നാണ്ട ഈ പരുവം കേട്ടോ, നീളത്തിൽ ഉരുണ്ടിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിലിണ്ടർ പോലെ ആക്കിയിട്ട് അതിനെന്ത് ചെയ്യും? ഇതിങ്ങനെ വെക്കും. അമ്പടാ, അത്രേ ഉള്ളല്ലേ? ആണ്ട വീണ്ടും ചിരിക്കുന്നു ഗോവിന്ദ കുട്ടി ചിരിക്കുന്നു. ബാക്കി ഉരുട്ടി വെച്ചോ, ചിരിയൊക്കെ നടക്കട്ടെ. പോരട്ടെ. ഇനി അമ്മ എന്താ ചെയ്യേണ്ടത്? പാത്രം കൊണ്ട് മൂടണം. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. എവിടെ പാത്രം? ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളി പോലെ ഒരു സംഭവം എടുത്ത്, അത് നമ്മുടെ സൗകര്യത്തിന് എന്ത് വേണമെങ്കിലും ആകാം അല്ലേ? അതിട്ടൊന്ന് മൂടി വെക്കുക കേട്ടാ. ഇപ്പൊ കറക്റ്റ് ആ കലത്തിന് തന്നെ വാവട്ടത്തിന് കണക്കായിട്ടുള്ള ഒരു ഉരുളിയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി ഇരുന്ന് അങ്ങ് റെഡിയാവും അല്ലേ? അപ്പൊ ഇനി ചത്തേപ്പുട്ട് ആ ആവിയിൽ ഇരുന്ന് റെഡിയാവും. അതിനുശേഷവും പരിപാടികളുണ്ട്, തീർന്നിട്ടില്ല കേട്ടോ. അതിനി ഒന്ന് റെഡിയായി വന്നതിന് ശേഷമാണ് ഇവന്റെ ഒക്കെ റോള് വരുന്നത്. ഇത് സാധാരണ ഇത് എന്ത് മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഞാൻ ഗോപിയേട്ടനോട് ചോദിച്ചു. ഇവിടെ എന്തെങ്കിലും ചോദിച്ചാൽ 4 ചിരിയും ഒരു തല ഒരിക്കലും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഗോപിച്ചേട്ടൻ ആണ്ട് തുടങ്ങി. ഗോപിച്ചേട്ടനോട് ചോദിച്ചു പ്ലാവ് ഉപയോഗിക്കാം, തേക്ക് ഉപയോഗിക്കാം. ഇത് വളരെ പണ്ടേ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു 10-100 വർഷം പഴക്കം കണ്ടേക്കാം അല്ലേ? കിടക്കട്ടെ, ഒരു തള്ളുകളാം. ഒരു 100 വർഷം കാണും, ഇരിക്കട്ടെ.
അപ്പോ നമ്മുടെ ചത്തേപ്പുട്ടിന്റെ ഒരു പ്രധാന ഭാഗം തീർന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ആ മാവ്, അരിമാവ് ഉരുട്ടി വെച്ച അതെല്ലാം പാകത്തിനായിട്ടുണ്ട്. അതിന്റെ വേവ് എങ്ങനെയാ അറിയുന്നത്? ഇങ്ങോട്ട് തന്നെ ഒരു മിനിറ്റ്, അത് വാഴയിലയിൽ എടുത്തു വെച്ചു നോക്കട്ടെ. എന്റെ വേവ് എങ്ങനെയാ അറിയുന്നത്? ഇങ്ങനെ മുറിച്ച് നോക്കണം. അങ്ങനെ മുറിച്ചു നോക്കുകയാണെങ്കിൽ, മുറിയുകയാണെങ്കിൽ ഇതിന്റെ പച്ചപ്പൊടി ഉണ്ടാവും. പച്ചപ്പൊടി ഉണ്ടാവും, വെളുത്ത് വെളുത്ത് വേകാതെ. അതില്ല, അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. അതിപ്പോ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അകത്ത് പച്ചപ്പൊടി ഉണ്ടാവും. പച്ചപ്പൊടിയോ? വേകാതിരിക്കുന്ന ഭാഗം. അപ്പൊ ഇത് പൊട്ടിച്ചു നോക്കിയാൽ മതി കേട്ടോ. പൊട്ടിച്ചു നോക്കുമ്പോൾ അത് വെന്തോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ എടുക്കുകയാണ് ഓരോന്നായിട്ട്. ഇനി ഇങ്ങോട്ട് എടുത്തു വെക്കുന്നത്. ഇനി ഇങ്ങോട്ട് ഇതില് ഇനിയാണ് പ്രധാന ഭാഗം. ഇപ്പോഴും ചിരി തീർന്നിട്ടില്ല കേട്ടോ. അതിനി പതുക്കെ എടുത്ത്. അപ്പൊ നമ്മൾ ഒരെണ്ണം കൂടെ ഇട്ടോളൂ. നമുക്ക് രണ്ടെണ്ണം. അതുകൊണ്ട് അടുത്തതും കൂടെ എടുത്ത് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. വാഴയിലെടുത്ത വേറെ ഒന്നിനും വേണ്ടില്ല, ചൂട് അടിക്കാതിരിക്കാൻ. ഇനി ഇത് എന്താ ചെയ്യേണ്ടത്? അമർത്തണം അല്ലേ? എന്തിനും ഒരു ചിരിയാണ്. ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം 24 തവണ ചിരിച്ചു. 10 ഹലോ, 24 തവണ ചിരി. ഇനി ഇത് അമർത്തി വെറുതെ ഒന്ന് അമർത്തിയാൽ മതിയോ? അത് ചെയ്യേണ്ട രീതിയിൽ ആരെങ്കിലും ചെയ്യണോ? ഇരിക്കാൻ പറ്റത്തില്ല. ഈശ്വര, നല്ല ബുദ്ധിമുട്ടാണല്ലേ? അയ്യോ, നിന്നോണ്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ ചത്തേ മരത്തിൽ വെച്ച് ദാണ്ട ഇടിയപ്പം പോലെ അത് വരുന്ന കാണാം കേട്ടോ. ഇടിയപ്പം പോലെ അത് വരുന്ന കാണാം. നോക്കിയാൽ കണ്ടാ മതി. ചേച്ചിയുടെ പേരെന്താ? സുഗന്ധി. സുഗന്ധി ചേച്ചിയെ വിളിച്ചത് രുക്മിണി അമ്മയെ സഹായിക്കാൻ. രുക്മിണി അമ്മയുടെ ആരാ? മരുമോള. അപ്പൊ കുഴപ്പമില്ല. മരുമോളും അമ്മായി അമ്മയും കൂടെ ഇവിടെ കിടന്ന് ഇതൊക്കെ നോക്കിക്കോട്ടെ. മരുമോളിന് ഇതിലും ബെസ്റ്റ് ഒരു പണി കൊടുക്കാനില്ല. അടിപൊളി. അങ്ങനെ വയനാടൻ ചെട്ടി വിഭവമായ ചത്തേപ്പുട്ട് നമുക്ക് രുക്മിണി ആന്റി റെഡിയാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇടിയപ്പം, നൂൽപുട്ട് ഇതുപോലെയൊക്കെ തന്നെ അല്ലേ ചേച്ചി? പ്രത്യേകിച്ച് വ്യത്യാസമില്ല. പക്ഷേ ഇതിന്റെ കൂടെ എന്ത് കറിയാണ് മെയിൻ ആയിട്ട് കഴിക്കാൻ കൊള്ളാവുന്നത്? ഇതിന്റെ കൂടെ എന്താ കൊടുക്കുന്നത് സാധാരണ അതിഥികൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക്? എന്താ കൊടുക്കുന്നത്? ഇറച്ചിക്കറി. ഇറച്ചിക്കറി ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം. കാര്യം ഇവരൊന്നും പ്രത്യേകത ഇല്ല എന്ന് പറയും, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാര്യം ഇത് ചെയ്തത് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇതിന് തന്നെ പ്രത്യേക ഒരു സുഖവും രസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ചത്തേപ്പുട്ടിന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരനായ കോഴിക്കറി, അതായത് വയനാടൻ ചെട്ടി വിഭാഗത്തിൽപ്പെടുന്ന നാടൻ കോഴിക്കറി നമുക്ക് വേണ്ടി സുഗന്ധി ചേച്ചി ഉണ്ടാക്കി തരോ പ്ലീസ്? അല്പം വിഷമതമാണെങ്കിലും നമ്മൾ അത് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഒരു നല്ല കോഴിക്കറിയാണ് ഇനി അടുത്തത് വരുന്നത്. ഇവന്റെ കൂട്ടുകാരൻ. അപ്പൊ രണ്ടും കൂടെ വെച്ച് ഞാൻ അതിന്റെ ടേസ്റ്റ് റിപ്പോർട്ട് അങ്ങ് തരാം. ചേച്ചി, അപ്പൊ നമുക്ക് വയനാടൻ കോഴിക്കറിക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാ? ആദ്യം ഇറച്ചി കഴുകി വെക്കുക. അത് വേണ്ട സാധാരണ കേട്ടോ. ഇത് മീഡിയം വലിപ്പത്തിൽ അല്ലേ ചേച്ചി? മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് കഴുകി വെക്കുക. ശരി. പിന്നെ വേണ്ടത്? പിന്നെ സവോള വേണം. സവോള അത് വേണ്ട ഈ വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത്. തീരെ കൊത്തിയല്ല അരിഞ്ഞേക്കുന്നത്. ഈ വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുണ്ടുമണിയാണ് കേട്ടോ. ഇതിന് ഇവിടെ എന്താ ചേച്ചി പറയുന്നത്? ഇത് ഗുണ്ടുമുളക്. ഗുണ്ടുമുളക് എന്ന് പറയുന്ന ആ സംഭവമാണ്. ഗുണ്ടുമുളക് വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച കറിവേപ്പില. പിന്നെ ഇത് തേങ്ങ അരച്ചത്. തേങ്ങ അല്ലെ? പച്ച തേങ്ങ അരച്ചത് കേട്ടോ. പച്ച തേങ്ങ അരച്ചത്. ഇത് കുരുമുളക് പൊടി. ഇത് പിന്നെ മല്ലിപ്പൊടി. കൊത്തുമുറി എന്നാണ് പറയുക. കൊത്തുമുറി. അതിന് എന്താ? അത് പിന്നെ അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ പറയുക. ഈ മല്ലി പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ട മല്ലി ഉരലിലിട്ട് ഇടിച്ച് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ അല്ലേ? കണ്ടാ, ഇത് ഉണ്ടമല്ലി ഉണക്കി പൊടിച്ചെടുത്തതാണ്. വറുത്ത് പൊടിക്കണം കേട്ടോ. അതിന്റെ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാധനമായിരിക്കും. ഇപ്പൊ ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇടിക്കാനൊന്നും ആർക്കും നേരമില്ല. ഇപ്പൊ ആളെ ഇടിക്കാനേ നേരമുള്ളൂ. മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ട് വരിക ചെയ്യുന്നത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മിക്കവാറും ഇവിടെ തന്നെ കൃഷി ചെയ്ത് കിട്ടി അല്ലേ? അമ്മോ, അത് കുറച്ചിങ്ങി തന്നെ. ഇത് ഇവിടുത്തെ തന്നെയാണ്, ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടാക്കുന്നതാണ്. അസാധ്യ സാധനം കേട്ടോ. നമുക്ക് എല്ലാം കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണേ. ഇത് കടുകാണ്. അത് ചെറിയ കടുകാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് വലുതാണ്. ഇത് ഇവിടെ ഉണ്ടാക്കാം. ഈശ്വര, ഇവിടെ മുഴുവൻ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അതാ ഞാൻ നോക്കിയപ്പോ തീരെ ശരിക്കും കടുകോണി എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുതായിരിക്കണം കേട്ടോ. നോക്കിയാൽ എന്ത് ചെറുതാണ്, എന്ത് ഫൈനാന്ന് നോക്കിയാ നിങ്ങള്. ഒരു കടുകോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കിട്ടുന്ന കടുകൊക്കെ കുറച്ചുകൂടെ ഗുണ്ടുമണിയാണ്. ഹോർമോണൊക്കെ കഴിച്ച് ഗുണ്ടായതായിരിക്കും. എന്ത് തന്നെ ആവട്ടെ. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. മുളക് പൊടി. അത് മിക്കവാറും എണ്ണ വേണം.
നല്ല പവർ എണ്ണ, വെളിച്ചെണ്ണ. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കാം കേട്ടോ. അതിലേക്ക് കടുക് ഇടുകയാണ്. നല്ല ചെറിയ കടുക് കേട്ടോ. ശരിക്കും കടുക് മണി എന്ന് പറഞ്ഞ സാധനം ഇതാണ്. കടുക് പൊട്ടിക്കുകയാണ്. അതിലേക്ക് സവോള, അതിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച ഉടനെ തന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഓഹോ, സവോള ഇട്ടു. മുളക്, ഗുണ്ടുമുളക് ഇട്ടു. ഗുണ്ടുമുളക്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇത് മൂന്നും ഉണ്ട്. ഇനി അടുത്ത നമ്മൾ നമ്മുടെ ഉണ്ടമല്ലി എടുത്തിട്ടുണ്ട്. ഉണ്ടമല്ലിപ്പൊടി. അത് എൻ്റെ അമ്മി, അതൊക്കെ ഒരു പരുവാണ്. അതൊക്കെ മനക്കണക്കാണല്ലേ. 3 സ്പൂൺ 3-3.25 സ്പൂൺ ചേച്ചി എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക്. പിന്നെ നേരത്തെ പറഞ്ഞൊരു ചേട്ടൻ നമ്മൾ ഉപ്പ് എടുക്കാൻ നേരത്തെ പറഞ്ഞില്ല. ഉപ്പ് നിർബന്ധമാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. മഞ്ഞൾപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടത്തേക്ക് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ അല്പം മതിയായിരിക്കും. പക്ഷെ നമ്മുടെ അവിടെ അത് പോരാ, കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. കുരുമുളക്, മഞ്ഞൾപ്പൊടിയുടെ പുറകെ കുരുമുളക്, എല്ലാം വളരെ ദ്രുതഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് എത്രയും നോക്കിക്കോ. ടൺ കണക്കിനായിരിക്കും കേട്ടോ. ലോറി നിന്റെ ഒന്നേ. നിങ്ങൾക്ക് പൊതുവെ കറികൾക്കൊക്കെ നല്ല എരിവ് വേണം അല്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ വയനാടൻ കോഴിക്കറി, അതായത് ചെട്ടി വിഭാഗത്തിൽപ്പെട്ട വയനാടൻ കോഴിക്കറി എന്തായാലും കിടിലൊരു സാധനമാണ്. കാരണം എരിയുടെ കാര്യത്തിൽ അവ മുമ്പന. ഇറച്ചി ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇറച്ചി ഇടുകയാണ്. ടൺ ടടൈൻ. ശരിക്കും നമ്മൾ ഈ ചിരിച്ച് കളിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അല്ലേ ചേച്ചി തന്നെ പറയണം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എന്നും ദൈനംദിന കാര്യങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ വഴിയുടെയും പ്രശ്നം കാരണം? ഞങ്ങൾക്കൊന്നും പെട്ടെന്നൊന്നും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ പറ്റില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇവിടെ അടുത്ത സ്കൂളുകൾ അങ്ങനത്തെ സൗകര്യം സ്കൂളുകളില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഈ മൃഗശല്യം ഒരുപാട് ഉണ്ടാവാറുണ്ടല്ലേ ഈ കാട്ടുപാതയിൽ? ആനയൊക്കെ കാരണം ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല. ഭർത്താവിനെ തന്നെ ഇഷ്ടം പോലെ വണ്ടിയിലൊക്കെ പോകുമ്പോ ബൈക്കൊക്കെ തടഞ്ഞു വെച്ച് മണിക്കൂറുകൾ നിൽക്കലുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ശരിക്കും ഇതൊക്കെ നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഇതൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ കുറിച്ചാട് നിന്ന് കോളൂരേക്ക് വരുന്ന വഴിയും അതല്ല കുറിച്ചാട് വരുന്ന വഴി പോലും അത്ര നല്ലതല്ല അല്ലേ? ഒരുപാട് ഗതാഗത യോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും വീണ്ടും നമുക്ക് പാചകത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം അല്ലേ ഏകദേശം വെള്ളം ഒഴിക്കാൻ ആവി കയറി നല്ലോണം ഒരു മസാലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. പറഞ്ഞു. നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചാറ് കൂട്ടി എടുക്കുന്നത് കേട്ടോ. കാര്യം ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ ഈ നൂൽപുട്ട് അല്ലെങ്കിൽ ചത്തേപ്പുട്ടിലേക്ക് അതല്ലെങ്കിൽ ഇടിയപ്പം അതിലേക്ക് ഒഴിച്ചൊക്കെ കഴിച്ചിങ്ങനെ കുഴച്ച് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗ്രേവി കുറച്ചെടുത്താൽ പറ്റത്തില്ല. അപ്പൊ ഗ്രേവിയൊക്കെ കൂട്ടി തനിയൊരു നാടൻ കറിയായിരിക്കും. അപ്പൊ നമ്മുടെ ഇറച്ചിക്കറി റെഡിയായി കാണും അല്ലേ ചേച്ചി? വയനാടൻ കോഴിക്കറി ഏകദേശം പരുവായെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ മണമടിച്ച് ആകെ മനുഷ്യന് ക്ഷമ കെട്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ഇറച്ചിക്കറി കഴിക്കാൻ മിക്കവാറും ആനയും പുലിയൊക്കെ ഇവിടെ എത്തും. അതിനുമുമ്പ് കഴിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടണം. കറിയിലേക്ക് അതിന്റെ ചാറിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇറച്ചിയിലേക്കും പിടിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്റെ ഗ്രേവി കഴിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം അവസാനം പറയാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ പച്ചത്തേങ്ങ അരച്ചത് അതിൽ അല്പം വെള്ളം ചേർത്ത് അങ്ങ് ഒഴിക്കുക അല്ലേ? അത് കട്ടിക്ക് വേണ്ടിയാണോ ചേച്ചി? കട്ടിക്കും സ്വാദിനും എല്ലാം വേണ്ടി അല്ലേ? കുറച്ച് എരിയും കുറയും അല്ലേ? അസാധ്യ സാധനം. ഓ എനിക്കങ്ങോട്ട് വയ്യ. എരിപ്പ് സാധനം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഈ ഇടയ്ക്ക് കഴിച്ചിട്ടുള്ള കോഴിക്കറികളില് എരിവ് കൊണ്ടും ബാക്കിയുള്ള ഫ്ലേവേഴ്സ് കൊണ്ടും എന്തായാലും ഏറ്റവും മികച്ചതാണ്. ദൈവം ഇതിനായിരിക്കും ഇത്രയും ബുദ്ധിമുട്ട്. നമ്മൾ പകുതി ഒഴിച്ച് തിരിച്ചു പോകാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇത് അതൊന്നുമല്ല. ദൈവം ഈ കോഴിക്കറി കഴിക്കാൻ, അതായത്
വയനാടൻ ചെട്ടിമാരുടെ ഇടയിലുള്ള ഈ കോഴിക്കറി കഴിപ്പിക്കാനാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് കേട്ടോ. എന്റെ പൊന്നു ചേച്ചി, ഓ നമിച്ചു, ഇടിപെട്ട സാധനം. അപ്പൊ ഇനി നമ്മള് ചത്തേപ്പുട്ടായിട്ട് ചേർത്ത് ഇതിനൊരു പിടി പിടിക്കുകയാണ്. ഇറക്കി വെച്ചു. നമ്മൾ നേരത്തെ വാഴപ്പോളയില് ചത്തേപ്പുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേച്ചി ലേശം അങ്ങോട്ട് ഇതിൽ തന്നെ വെച്ചാൽ കഴിക്കാം. അപ്പൊ അതിന്റെ ഒരു സുഖം. നല്ല പീസൊക്കെ പോരട്ടെ കേട്ടോ, അതൊന്നും ഭർത്താവിന് കൊടുക്കണ്ട. എന്റെ ഈശോ, ഇനിയും ഒരു ശരിക്കും എനിക്ക് പറഞ്ഞു തരാൻ വയ്യ. ഞാൻ ചേച്ചി വെറുതെ പറയണല്ല, എല്ലാരും ഒരു നല്ല കൈയടി കൊടുത്ത ചേട്ടന്മാരെ ഒന്ന് കൈയടിച്ച എല്ലാരും. മനോഹരമായ ഒരു എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത്. മനോഹരമായ ഒരു ഡിഷുമാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെയും അല്ലെങ്കിൽ നമ്മുടെ ജയ്ഹിന്ദിനെ എഴുതി അറിയിക്കാം. എന്റെ അഡ്രസ് പറയാം. ടു ദ പ്രൊഡ്യൂസർ സ്വാദ്, ജയ്ഹിന്ദ് TV, കരിമൽ മാർക്കറ്റ്, ഈസ്റ്റ് റോഡ്, ട്രിവാൻഡ്രം. എന്റെ അവർ ഇമെയിൽ അഡ്രസ് swad@jayhindtv.in. അപ്പൊ ഞാനും ചേച്ചിയും തൽക്കാലം ഒരു ഗുഡ് ബൈ പറയാം. പറഞ്ഞോ ചേച്ചി? ഗുഡ് ബൈ പറ. ടാറ്റ കാണിച്ചൊരു ഗുഡ് ബൈ പറയാം ചേച്ചി. ബൈ. Costume courtesy. Status Safalim Complex, Palayam, Trivandrum.